ഗൈസ്, അപ്പം നമ്മളെ സലീം കുമാർ ആക്ടർ അന്തരിച്ചു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലോട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു റിവ്യൂ അല്ല, ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഒരു വ്ളോഗായിട്ട്. അപ്പം നമുക്ക് ഇന്ന് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് സലീം കുമാർ, ലെജൻഡ് ആക്ടർ, അന്തരിച്ചു. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ലെജൻഡായെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ. ഇപ്പം നമുക്ക് കുറേ പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെജൻഡ്സ് എല്ലാവരും പോവുകയാണ്. അതും നേരത്തെ ആണ് മരിച്ചത്. ഇപ്പം കഴിഞ്ഞ വർഷം തന്നെ നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ തന്നെ ഡിസംബർ 19 തോന്നുന്നു, എനിക്കത്ര കറക്റ്റ് ഓർമ്മയില്ല. നമ്മളെ ശ്രീനിവാസൻ ലെജൻഡ് മരിച്ചായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പം കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഇന്നസെൻ്റ് മരിച്ചായിരുന്നു. അതിന് മുന്നേ KPSC ലളിത മരിച്ചായിരുന്നു. പിന്നെ നമ്മളെ വേണു, എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ലെജൻഡ് ആക്ടേഴ്സും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളെ മലയാള സിനിമയ്ക്ക് അവരെല്ലാം ആവശ്യമാണ്. ഇവരൊന്നും ഇല്ലാതെ മലയാള സിനിമ പൂർത്തിയാവോ? ഒരിക്കലുമില്ല. കാരണം ഇവരെ പോലത്തെ ആൾക്കാരുണ്ടെങ്കിലാണ് അത് ചിരിപ്പിക്കാനാണെങ്കിലോ അഭിനയത്തിലാണെങ്കിലോ മോനെ മികച്ചു നിൽക്കണമെങ്കിൽ ഇവരെ പോലുള്ള ആക്ടേഴ്സ് ഇപ്പോഴും വേണം, അതും അപ്പോഴും വേണം. അതെപ്പോഴും ഞാൻ പറയും. കാരണം അതങ്ങനെയാണ്. ബിക്കോസ് ഇവരെ പോലെ ഇനി അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ചുരുക്കത്തിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാരുകളേ ഉള്ളൂ. നമ്മൾ ഇന്ദ്രൻസേട്ടൻ, പിന്നെ ഹരിശ്രീ അശോകൻ, പിന്നെ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ബാക്കിയൊക്കെ നിൽക്കുന്നത്. ജഗദീഷ്, പിന്നെ സുരേഷ് ഗോപി, അങ്ങനെ ബാക്കിയെല്ലാം വലിയ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഇവരെല്ലാമാണ് ഇനിയൊക്കെ ഉള്ളത്. അപ്പം ജഗദീഷ് ശ്രീകുമാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ പാവം അത് ഒരു ആക്സിഡൻറ്റ് കാരണം അതും അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എല്ലാം നോക്കണമെങ്കിൽ കുറച്ച് പാട് സിറ്റുവേഷനാണ് ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ. എല്ലാവരും നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ലെജൻസ് എല്ലാവരും. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം മിനിഞ്ഞാന്നാണ് മരിച്ചത് പുള്ളിക്കാരൻ. ജൂൺ 6 മരിച്ചത്. ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒരു വീഡിയോ ആയിട്ട്. ബിക്കോസ് അത്ര ലെജൻഡ് ആക്ടറായിട്ട് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഒരു മോശം പോലെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എന്തായാലും ചെയ്യണം. കാരണം 6 തീയതി അമൃത ഹോസ്പിറ്റലിലാണ് എറണാകുളത്ത് മരിച്ചത്. പെട്ടെന്ന് അസുഖം ബാധിച്ച് പെട്ടെന്ന് കൊണ്ടുപോയി വെന്റിലേറ്ററിൽ കയറ്റി. അപ്പോൾ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ ആസ് എ മെഡിസിൻ സ്റ്റുഡൻറ്റ് ഞാൻ പറയണം, വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ ഇത്തിരി ടാസ്ക്കാണ്. വെന്റിലേറ്റർ കയറ്റിയെന്ന് പറഞ്ഞാൽ തന്നെ ഒട്ടും ശ്വാസം കിട്ടുന്നില്ല. പിന്നെ അതിൽ നിന്നൊക്കെ തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും പാട് തന്നെയാണ്. തിരിച്ച് വരാൻ വേണ്ടിയും ബുദ്ധിമുട്ടാണ് വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ശ്വാസത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ്. ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ നമുക്ക് ശ്വാസം കിട്ടും. ബാക്കിയൊക്കെ ഇനിയിപ്പോൾ ദൈവത്തിൻ്റെയും ബാക്കിയുള്ള കൃപയെല്ലാം കാരണം എണീച്ചാൽ നമുക്ക് എണീക്കാം. അങ്ങനെയാണ്. അത് കയറ്റിയാകുമ്പോൾ തന്നെ റിസ്ക്കാണ്. അപ്പം പിന്നെ ന്യൂമോണിയ ബാധിച്ച്, ന്യൂമോണിയ കാരണം കാർഡിയക് അറസ്റ്റ് വന്നെന്നാണ് അറിയപ്പെടുന്നത്. അത് കാരണം മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. പിന്നെ കുറച്ച് പണ്ട് തന്നെ ലിവർ മാറ്റി വെച്ചതാണ്, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. എന്നിട്ടും ഇപ്പം അതിൻ്റെ അസുഖങ്ങൾ തന്നെ എല്ലാം അത് തന്നെയാണ്. പിന്നെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 15 വയസ്സ് മുതൽ 54 വയസ്സ് വരെ ഞാൻ പുകവലിയും മദ്യപാനവും ഉണ്ടായിരുന്നു. നിർത്തിയ സമയം കൊണ്ട് അതെല്ലാ സ്ഥലത്തും ബാധിച്ച് അങ്ങനെ പറ്റിയതാണ്. അത് കാരണം പാടാണ്. എല്ലാവർക്കും ഒരേ ഇതുപോലെ ഇരിക്കണമെന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസനും സിഗരറ്റ് വലി ഉണ്ടായിരുന്നു, അതും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ. അതൊക്കെ കാരണം എല്ലാവരും അതിൻ്റേതായ ഡ്രോബാക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും വളരെ വേഗമായി പോയി. അങ്ങനെ മരിച്ചപ്പോൾ 56 വയസ്സാണ്. സലീം കുമാർ ആളിന് 56 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. 1969 ഒക്ടോബർ 10 ജനിച്ചത്. 6 ജൂണിന് മരിച്ചു. അപ്പം അങ്ങനെ 56 വയസ്സാണ്. നാഷണൽ അവാർഡ് വിന്നിങ് ആക്ടറാണ്.
പിന്നെ ഡയറക്ടറും കൂടെയാണ്. 3 സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്പാർട്ട്മെൻറ്റ് വൻ ഹിറ്റായ പടമാണ്, പറയാതിരിക്കാൻ പറ്റൂല. പിന്നെ അങ്ങനെ നമ്മൾ നോക്കണമെങ്കിൽ ഇഷ്ടം പോലെ പടങ്ങളാണ് പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത പടങ്ങളൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ 3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. 3 പടങ്ങൾ ഡയറക്ടറായിട്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ എന്ന് പറയുന്നത് ഡയറക്റ്റഡ് മൂവീസ് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. അത് ഏതൊക്കെ ലിസ്റ്റാണെന്ന് നമുക്ക് നോക്കാം. ദൈവമേ കൈ തൊഴാം എന്ന് പറഞ്ഞ 2018 ഇറങ്ങിയ ജയറാം നടനായ, പിന്നെ കമ്പാർട്ട്മെൻറ്റ്, പിന്നെ കരുതാ ജൂതൻ. ആ പടം വൻ പൊളിയാണ്. ഡയറക്ടർ അറ്റ് പീക്കായിരുന്നു സലീം കുമാറിൻ്റെ. ഇപ്പോൾ 3 ഫീച്ചർ ഫിലിമാണ് ചെയ്തിട്ടുള്ളത്. 2015, 2017 ഇതും. അവാർഡ് 47ാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് നേടിയ ഫിലിമും കൂടെയാണ് അത്. അത്ര അടിപൊളി പടമാണ്. അപ്പം ഇതൊക്കെയാണ് മെയിൻ. എന്ന് പറയുന്നത്. 300-ലധികം ഫിലിമാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്. നമുക്കൊരു മലയാളത്തിലൊരു നഷ്ടം തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇതേപോലെ കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകനൊക്കെ ഇപ്പോൾ ഉണ്ട്. എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഫേമസ് ആയ പുലിവാൽ കല്യാണരാമൻ, മോനെ, ബിഗ് ഫാദർ, മായാവി, ചട്ടമ്പി നാട്, ഇതെല്ലാം തിളക്കം, ആദമിൻ്റെ മകൻ അബു, മോനെ, അതൊക്കെ വിഷയമാണ്. തുറപ്പ് കൂടാൻ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും അഭിനയിച്ച ഒരു മാരക നടൻ തന്നെയാണ്, അതിലൊന്നും പറയാനില്ല. ഇപ്പോൾ ലാസ്റ്റായിട്ട് അഭിനയിച്ച പടം എനിക്ക് തോന്നുന്നു ബബ്ബയാണെന്ന്. അതിലും ഉണ്ടായിരുന്നു വയ്യ അപ്പോഴും പുള്ളിക്കാരന്. അപ്പോൾ ഇത്രയും തകർത്ത് അഭിനയിച്ച ഒരു നടൻ ഇനി ഈ ലോകത്ത് കാണൂല. നമുക്കെല്ലാവരും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ തീരാ നഷ്ടം തന്നെ. ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ മോനെ. കൗണ്ടർ അറ്റ് പീക്കാണ്. ഏറ്റവും ഇഷ്ടമുള്ളൊരു നടനും കൂടെ ആയിരുന്നു ചിരിപ്പിക്കണേൽ. മോനെ, അത് സലീം കുമാറിനെ വെട്ടാൻ പറ്റൂല. അപ്പം കൗണ്ടർ തരും. കല്യാണരാമനിലേക്ക് കൗണ്ടറൊക്കെ കാണണം. എന്തായാലും പൊളിച്ചിട്ടുണ്ട്. നമ്മൾ മെൽക്കോ ആണ്, എന്ത് പറയാനില്ല, സാഡാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മരിച്ച സമയത്ത് നിങ്ങൾ റിപ്പോർട്ടറും കാര്യങ്ങളും ഫോട്ടോ പകർത്താനാണ് നോക്കുന്നത്, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യല്ലേ, ഇതൊരു മരണ സംഭവമാണ്. അപ്പം തമാശയല്ല അത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം അവർക്കും അതിൻ്റെതായ ഇമോഷനും കാര്യങ്ങളും ഉണ്ട്. മകനായാലും കാര്യങ്ങളും ദേഷ്യപ്പെടുന്ന വീഡിയോ എന്ന് കണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് പറയുന്നത്, ബിക്കോസ് അവർക്ക് അവരെ സ്പേസ് ഉണ്ട്. അത് ഇതുകൊണ്ട് കാണിക്കാനല്ല ആ സമയത്ത്, ജസ്റ്റ് അതിനായിട്ട് വിട്ടുകൊടുക്കുക, അത്രേ ഉള്ളൂ. അവർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ ഇടയിൽ തള്ളു ഉന്തൽ ആകെ പ്രശ്നങ്ങൾ തന്നെ. അങ്ങനെയൊന്നും ചെയ്യല്, അത് വളരെ മോശമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എന്തായാലും നമുക്കൊരു തീരാ നഷ്ടം തന്നെയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ. ഇനിയും ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാവർക്കും കുറേ ആയുസ്സുകൾ ജീവിക്കട്ടെ. നമുക്കെല്ലാവരെയും വേണം. എല്ലാവരും ഇപ്പം മരിച്ചവരെല്ലാവരും സ്വർഗത്തിലെത്തിട്ട്. കൂടുതലൊന്നും പറയാനില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോട്ട്. എന്തായാലും തീരാ നഷ്ടം തന്നെ നമുക്ക് സലീം കുമാറേട്ടൻ. അപ്പം ഈ മലയാള സിനിമയ്ക്ക് തന്ന എല്ലാത്തിനും വളരെ നന്ദി സലീം കുമാർ. അപ്പം ഈ വീഡിയോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.